ഭക്ഷണത്തോടൊപ്പം വെള്ളമോ ചായയോ കുടിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണത്തോടൊപ്പം വെള്ളമോ ചായയോ കുടിക്കുമ്പോൾ വലത് കൈയിൻ്റെ കൂടെ ഇടത് കൈ കൂടി ചേർത്ത് പിടിക്കുന്നത് അനുവദനീയമാണോ? ചോദ്യം, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ചില ആളുകളുണ്ട് ഈ ഇടത് കൈ കൊണ്ട് കുടിക്കുകയും എന്നിട്ട് വലത് കൈ അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഇദാ അകല അഹദുക്കും ഫല്യകുൽ ബിയമീനി, തിന്നുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് തിന്ന്. വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനി, വെള്ളം കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. ഫഇന്ന ശൈത്താന യഅകുലു ബിശമാലിഹി വയശ്റബു ബിശമാലിഹി, പിശാച് അവന്റെ ഇടത് കൈ കൊണ്ടാണ് തിന്നുക, പിശാച് അവന്റെ ഇടത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ വലത് കൈ കൊണ്ട് ക്ലാസ്സുമ്മൽ പിടിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ക്ലാസ്സുമ്മൽ ആവുമല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ച ആ പ്ലേറ്റിലും നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ആ പ്ലേറ്റും തന്നെ ആ അടുക്കളയിലുള്ള ആളുകൾ കഴുകാൻ ബാധ്യസ്ഥരാണ്. ആ പ്ലേറ്റ് കഴുകുന്ന ആളുകൾക്ക്, ആ കറിപ്പാത്രം കഴുകുന്ന ആളുകൾക്ക് ഈ ഗ്ലാസ് ഒന്ന് കഴുകാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് നാം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാള് വലത് കൈ കൊണ്ട് കുടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ലാ അസ്തതി, എനിക്ക് കഴിയൂല. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാല് ഈ വലത് കൈ കൊണ്ട് ഗ്ലാസ്സുമ പിടിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ് എന്ന ആശയത്തിൽ തന്നെ അതേപോലെ എനിക്ക് കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലസ്തതഅത്, എന്നാ എനിക്ക് കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ പ്രഖ്യാപനം അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ വലത് കൈ അദ്ദേഹത്തിന്റെ വായിലേക്ക് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല. അതിന് കഴിഞ്ഞില്ല. പിന്നെ ആ കൈ പൊങ്ങാതെ നിന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് തിന്നുക, ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ സുന്നത്തിനെ അവഗണിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് ഈ രൂപത്തിലുള്ള ഒരു ദുരന്തം സംഭവിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ്. എന്നാല് ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല, വലത് കൈ കൊണ്ട് അങ്ങനെ ഗ്ലാസ് പിടിക്കാൻ കഴിയില്ല, അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ അപ്പോൾ അവന്റെ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെ ആവശ്യം വന്നാൽ. വലത് കൈ കൊണ്ട് പിടിക്കാൻ കഴിയണില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അതിൻ്റെതായ ഒരു കാരണം ആരോഗ്യകരമായിട്ട് വന്നാൽ ചെയ്യുക എന്നല്ലാതെ ഒരു കാരണവശാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മെ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൽപ്പനയെ സംബന്ധിച്ചിട്ട് മഹാനവറുകൾ പറയുന്നത്, ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്, ഇത് നമ്മൾ നിർബന്ധമായി ഇത് പാലിക്കേണ്ടതാണെന്ന് പറഞ്ഞു വളരെ ശക്തമായ പ്രഖ്യാപനങ്ങൾ അവരെല്ലാം നടത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഈ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പരിപാടി മാറ്റി നബി പഠിപ്പിച്ച സുന്നത്തിനെ കൃത്യതയോടെ നിർവഹിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.